എവിടെയാ മണ്ണിടാൻ പറഞ്ഞേ? ആ ആ ആ മൊത്തം പോയി കിടക്കുക അല്ലേ? എവിടെയാ മണ്ണിടാൻ വേണ്ടി പറഞ്ഞ? എവിടെയാ? അല്ല മണ്ണിട്ടിരിക്കുന്ന എവിടെയാന്ന് പറഞ്ഞ? അല്ല, ഞങ്ങളോട് വരുന്ന ബൈക്കുകാർ പറയുന്നതാണ്. നമ്മളോട് പറയണോ മണ്ണിടാൻ വേണ്ടി? ആ അത് ശരിയാ. ബൈക്കുകാരൊക്കെ വരുന്നതല്ലേ വണ്ടി. ആ ആരോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തൊരവസ്ഥയല്ല. അപകടം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? വണ്ടി അപകടം വല്ലോ? വണ്ടി അപകടം? ആ ആണല്ലേ? ഏതാ? അതെ അതെ അതെ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതേപ്പാലത്തിങ്കേന്ന് ഞാലിയാഴിക്ക് പോകുന്ന വഴിക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ MLA-മാരും മന്ത്രിമാരും ഒക്കെ വികസനത്തെപ്പറ്റി വാതോരാതെ പറയുമ്പോഴത്തേന് ഞാൻ പറയുന്നത് നമ്മളൊക്കെ വീണ്ടും കാളവണ്ടി യുഗത്തിലാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ തൊട്ട് പുറകെ കാണുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് പുഞ്ചമണ്ണില്ലാണ്. അപ്പൊ ഇവിടെ പണ്ട് കടമറ്റത്ത് കത്തനാര് വന്ന ഒരു ഇല്ലാണ്. അപ്പൊ ആ ഇല്ലത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് കടമറ്റത്ത് കത്തനാര് വന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിലും നല്ലതായിരുന്നു വഴിയെന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ വഴിയൊന്ന് കാണാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കൈതേപ്പാലം. കൈതേപ്പാലത്തു നിന്ന് ഞാലിയാവഴിക്ക് പോകുന്ന വഴിയിലെ ദുരിതക്കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും അതൊരു ദുരിതക്കാഴ്ച തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ ഓടുന്നതാണ് ഈ റൂട്ടിൽ. ഇത് തകർന്നു കിടന്നിട്ട് 6-7 വർഷക്കാലമായി. ഇതുവരെ ഈ റോഡിനൊരു മെയിൻ്റനൻസ് വർക്ക് പോലും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇവിടം തൊട്ട് തകർച്ച ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ബാക്കി കാണാം. ഇതിലൊന്നുമല്ല, ചെറിയ രീതിയിലാണ് ഇതൊക്കെ കിടക്കുന്നത്. കണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് വലസൈഡിൽ കാണുന്നതാണ് പുഞ്ചമണ്ണില്ലം. പണ്ട് കടമറ്റത്ത് കത്തനാർ വന്നത് ഇവിടുത്തെ ഈ ഇല്ലത്തിലാണ്. ഇവിടം തൊട്ട് ഒരു വിധത്തിലും വാഹനമായിട്ട് പോകാൻ മേലാത്ത വിധമാണ് ഇവിടം താർന്നു കിടക്കുന്നത്. ഇവിടെയാണ് ഓരോ ദിവസം നിരവധി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2 വീലർ ആണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കി ഇവിടം കിടക്കുന്നത്. ഇതുപോലെ താർന്നു കിടക്കുന്ന റോഡ് നമ്മുടെ സമീപ പ്രദേശത്തെങ്ങും കാണത്തില്ല. പയ്യപ്പാടി കൊച്ചുമറ്റം റോഡുണ്ട്. അതിൻ്റെ അവസ്ഥ തുടക്കം തൊട്ട് തീരുന്നിടം വരെ മൊത്തം തകർന്നു കിടക്കുകയാണ്. ഉണ്ടോ? ഇത് നമ്മുടെ വാതിൽ തന്നെയല്ലേ? ആ ആരോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തൊരവസ്ഥയല്ല. അപകടം വല്ലതും ഉണ്ടാകുന്നുണ്ടോ? വണ്ടി അപകടം വല്ലോ? വണ്ടി അപകടം? ആ ആണല്ലേ? ഏതാ? അതെ അതെ അതെ.
എവിടെയാ മണ്ണിടാൻ പറഞ്ഞേ? വരെ വരുമ്പോ ആ ഈ കുഴി താഴ്ത്തി അങ്ങോട്ട് പോകും. ആ ഭയങ്കര ആ മൊത്തം പോയി കിടക്കുക അല്ലേ? പോയി കിടക്ക്. എവിടെയാ മണ്ണിടാൻ വേണ്ടി പറഞ്ഞ? എവിടെയാ? എന്നാ അല്ല മണ്ണിട്ടിരിക്കുന്ന എവിടെയാന്ന് പറഞ്ഞ? അല്ല, ഞങ്ങളോട് വരുന്ന ബൈക്കുകാര് പറയുന്നതാണ്. നമ്മളോട് പറയണോ മണ്ണിടാൻ വേണ്ടി? ആ അത് ശരിയാ. ഞങ്ങള് പറഞ്ഞു ബൈക്കുകാരൊക്കെ വരുന്നതല്ലേ, വണ്ടിയാ വരുന്ന ഓരോ അതെ അതെ പോകും. വീട്ടിലിരിക്കും ഞങ്ങൾ, പ്രായമായ ഞങ്ങൾ എന്ത് ചെയ്യും? അതെ അതെ അതെ. ഒരു പ്രത്യേക കാര്യമുണ്ട്, ഈ റോഡിൽ കൂടെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. അത് അല്ലെങ്കിൽ നമ്മൾ കാറിൽ നിന്നൊക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട്, കാരണം അത്രയ്ക്കും മോശമായിട്ട് കിടക്കുകയാണ്. ശമ്പളവും ഇല്ല, പെൻഷനും ഇല്ല, വഴിയില്ല. ആ എന്നാ ചെയ്യാനായി, ഇതാ നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. അതെ അതെ അതെ. നമുക്കിനിയും ബാക്കി റോഡിലെ കാഴ്ചയും കൂടെ കാണാം. ഇത് ഇവിടം തൊട്ട് വീണ്ടും ഉണ്ട്, ധാരാളം കുഴികൾ വന്നിട്ടുണ്ട്. അതുപോലെ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് പൈപ്പ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണാം. കഴിഞ്ഞ ഇടയ്ക്ക് പാറയ്ക്കക്കടവിലൊരു ഈ പൈപ്പേ തട്ടിയാണ് ഒരാൾ മരണപ്പെട്ടതുപോലെ ഉണ്ട്. റോഡ് സൈഡിൽ കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ കുഴിയാണ്. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, കാടമുറി ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു വഴിയാണ്. അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കി, സഹിക്കത്തില്ല. അതാണ് അതുപോലെ തകർന്ന് കിടക്കണ്ടോ. ഇതൊക്കെ പണ്ട് കാലത്ത് രാജപാത പോലെയുള്ള വഴികളാണ്, ഒരു മാറ്റവും ഇല്ല. ഇതൊരു നല്ല കയറ്റമാണ്. ഈ കയറ്റത്തിൻ്റെ അവിടുത്തെ ഇവിടെ ഒരുപാട് അപകടങ്ങളുണ്ടായിട്ടുള്ള വളവാണ്. ഈ വളവിൻ്റെ അവിടുത്തെ കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ വാഹനങ്ങൾ ഈ കട്ടർ ഒഴിവാക്കുമ്പോഴത്തേനും മിക്ക ദിവസവും ഇവിടെ കൂട്ടിയിടിയാണ് ഉണ്ടോ. ഇതിൽ എങ്ങനെ വാഹനമായിട്ട് വരുന്നവർ ഈ കുഴിയൊന്ന് വെട്ടിച്ച് മാറ്റുമ്പോഴത്തേനാണ് അപകടം ഉണ്ടാകുന്നത്. അതുപോലെ നല്ല വളവാണ്, നിങ്ങൾക്ക് കാണാം. ഇവിടെ ബാരിക്കേഡൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപകടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുള്ളതാണ്. ഇതാണ് കാടമുറി ജംഗ്ഷനാണ്. ഇവിടുന്ന് ക്ഷേത്രത്തേക്കുള്ള റോഡും അതുപോലെ തകർന്ന് കിടക്കുകയാണ്. ഉണ്ടോ, ക്ഷേത്രത്തിൻ്റെ മുൻവശത്തോടുള്ള റോഡാണ്, അത് പൂർണ്ണമായും തകർന്ന് കിടക്കുകയാണ്. ഇവിടെയൊക്കെ അത് റോഡിൻ്റെ സൈഡിലൊരു വലിയ കുഴി രൂപാന്തരപ്പെട്ടിരിക്കണ്ടോ. ഇതിൻ്റെ അകത്തൊക്കെ വാഹനം ചാടിയാൽ അന്നേരം മറിയത്തുള്ളൂ. കാടമുറി ജംഗ്ഷനിലാണ് വാകത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീട്. അവരൊക്കെ ഇതിലെയാണ് സഞ്ചരിക്കുന്നത്. വഴിനീളെ ധാരാളം കുഴികളാണ്. ഇവിടെയൊക്കെ ധാരാളം കുഴികളാണ്. ഓരോ വലിയ കുഴികളായിട്ട് ടൂ വീലറൊക്കെ ചാടിക്കഴിഞ്ഞാൽ തെറിച്ച് പോകും. അത്രയ്ക്കും ഉണ്ടോ. സീബ്ര ലൈൻ വരച്ചിട്ടുണ്ട്, അതുമെല്ലാം ഇതുണ്ട്. ഇവിടെ എല്ലാം കുഴി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ. ഉണ്ട്, ഇതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനിയിപ്പം നമ്മൾ ഞാലിയാകുഴി കവലയ്ക്ക് സമീപത്തോട്ടാണ് ചെല്ലുന്നത്. അവിടെ ഒരു കാഴ്ചയുണ്ട്, അത് ഇതിലപ്പുറമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷന് സമീപത്തുള്ള കുറച്ച് കുഴികളാണ്. ഇവിടുന്ന് ഈ കയറ്റം കയറുന്നിടത്തെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്.
ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാഴ്ചയും കൂടെ കാണാം. ഇത് റോഡാണോ തോടാണോ ഒന്നും പറയാൻ പറ്റത്തില്ല. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ തോടെന്ന് വേണേൽ പറയാം. സാധാരണ നേരത്തെയൊക്കെ നമ്മുടെ റോഡുകളിലൊക്കെ ചെറിയ ചെറിയ പാച്ച് വർക്കുകളൊക്കെ ചെയ്തു പോകുമായിരുന്നു. അങ്ങനെയായിരുന്നപ്പോൾ റോഡിന് വലിയ കുഴപ്പമില്ലാതെ വാഹനങ്ങൾ സഞ്ചരിക്കാമായിരുന്നു. ഇത് കണ്ടോ, ഇവിടുത്തെ അവസ്ഥ കണ്ടോ. നമ്മൾ ഒരു പുതുതായിട്ടൊരു വാഹനം മേടിക്കുമ്പോഴത്തേന് 15 കൊല്ലത്തെ ടാക്സാണ് നമ്മളെ കൊണ്ട് അടപ്പിക്കുന്നത്, ലൈഫ് ടാക്സ് എന്നും പറഞ്ഞ്. പക്ഷേ ഈ റോഡിൽ കൂടെ പോയാൽ ലൈഫും ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. PWD ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഈ റൂട്ടിലോട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നുള്ളത് 100% സത്യമാണ്. അതുപോലെ ഈ റോഡിൻ്റെ സൈഡ് വശത്തൊന്നും ഇതുണ്ട്, ഓടയ്ക്ക് സ്ലാബുകളൊന്നുമില്ല. രാത്രിയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിക്കപ്പോഴും ഈ സൈഡ് വഴിയൊക്കെ ചിലപ്പം കട്ടർ ഒഴിവാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ട്, ഇതിൻ്റെ അകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കാണുന്നതാണ്. റോഡിലെ അപകടങ്ങളിൽ എന്തുമാത്രം ജീവനുകളാണ് പൊടിഞ്ഞിരിക്കുന്നത്. ഇതുവരെ ആർക്കെങ്കിലും ഒരു 10 പൈസ എങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ജീവൻ പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഉണ്ട്, ഇവിടെ ഒരു പള്ളിയുടെ കുരിശൻ തൊട്ടിയുണ്ട്. ഇവിടെയൊക്കെ പ്രാർത്ഥന നടക്കുന്നതാണ്. ഉണ്ട് ഇവിടെ. ഇത് ഞാലിയാവഴി കവലയിലോട്ട് അടുത്ത ഭാഗത്തായി കിടക്കുന്ന ഈ കാഴ്ച നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഞാലിയാവഴി കവലയിലേക്ക് എത്തുകയാണ്. ജംഗ്ഷൻ വരെ ഉണ്ട് റോഡിൽ ഇതുപോലെ കുഴികൾ. ജംഗ്ഷന് സമീപത്തും എല്ലാം എന്തുണ്ട്, ചെറിയ ചെറിയ കുഴികൾ ധാരാളമുണ്ട്. കണ്ടോ, ഈ ജംഗ്ഷന് സമീപം കിടക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്കി. എന്തുമാത്രം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ്. ഇതാണ് ഞാലിയാവഴി ജംഗ്ഷൻ. നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോരാം. കാരണം ഇനി ഇവിടുത്തെ റോഡുകളെല്ലാം നല്ല റോഡുകളാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അവഗണന നേരിടുന്ന ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. മീൻ കച്ചവടമുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. എവിടെ പഠിക്കുന്ന ഉണ്ടാവില്ലേ വരാല്ലേ? ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നാവില്ലേ? ഇത് മൊത്തം ഒത്തനോ? ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. SC കവല വഴിയൊക്കെ പോകുന്ന പുതുപ്പള്ളിക്ക് പോകുന്നൊരു വഴിയാണ്. അതിൽ നമുക്ക് ഒന്ന് പോകാം. അപ്പോൾ അത് മെയിൻ റോഡിനെക്കാട്ടിലും കഷ്ടമാണ്. ഇതിൽ എങ്ങനെ പോകാനാണ്? നമുക്ക് തിരിച്ചു തന്നെ പോരാ, അതോ നടക്കത്തുള്ളൂ തോന്നുന്നു. ഇത് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക, നമുക്ക് തിരിച്ചു പോരാം.
അപ്പോൾ ആ വഴിയെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭേദം ഇതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും കൈതേപ്പാലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു PWD റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്.